ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു tutti frutti കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. ഫ്രൂട്ടി അടിയിലേക്ക് താഴ്ന്നു പോകാം, കേക്ക് ബാറ്റർ ലൂസായി പോകാം, അങ്ങനെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോഡാണ്. അതിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിവിടെ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ടി എടുത്തൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മൈദ ഫ്ലോർ ആഡ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മൈദ, കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, ഇതാണ് നമുക്ക് ആവശ്യം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ട് 250 ml കപ്പിൽ 1 കപ്പ് ഫുള്ളായിട്ട് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 1.25 ടീസ്പൂണാണ് ഞാൻ ബേക്കിംഗ് പൗഡർ എടുക്കുന്നത്. ഞാനിതിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾ കഴിയുന്നത് 3 തവണ അരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് 2 തവണ അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഒട്ടും വെള്ളമില്ലാത്ത ബോളായിരിക്കണം. അതിലേക്ക് ഒരു മീഡിയം സൈസ് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടൊപ്പം 1 ടേബിൾ സ്പൂൺ വെനില എസൻസും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു 5 സെക്കൻഡ് ഞാൻ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫ്ലോർ എടുത്തില്ലേ, അതിൻ്റെ സെയിം കപ്പിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾ 3/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. ഞാൻ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ടാണ് 1 കപ്പ് എടുക്കുന്നത്. അപ്പോൾ കഴിവതും നിങ്ങൾ പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കേക്ക് ബീറ്റായി കിട്ടും എഗ്ഗ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പൊടിച്ച പഞ്ചസാര എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് എഗ് ബീറ്റർ ബീറ്റ് ചെയ്തെടുക്കാം. മൊത്തത്തിലിടാൻ പാടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. മുട്ട ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. വേണ്ടില്ലേ, ബോൾ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. എഗ്ഗ് ബീറ്റായി ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലായാലും സാരമില്ല. കോക്കനട്ട് ഓയിൽ ഒഴിക്കി നമുക്ക് ഏതും ഒഴിക്കാം. ഇപ്പം ഞാനിത് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 സെക്കൻഡ് വീണ്ടും ബീറ്റ് ചെയ്യാം. അത് ആ ഓയിൽ മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റ് ആക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബീറ്റർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബ്ലേഡ് മാത്രം നമ്മൾ ഇളക്കിയെടുക്കുക. ആ ബ്ലേഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത്. കുറച്ചായിട്ട് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വീഡിയോ ഫാസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തോന്നും. ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കിയതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഞാൻ ഫോൾഡ് ചെയ്യുന്നത്. ഒരിക്കലും ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യരുത്. പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം. പതിയെ ആ ഫ്ലോറെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നാലേ നമ്മൾ ആ ഫ്രൂട്ടി ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫ്രൂട്ടി അവിടെ ഭാഗത്തായിട്ട് കിടക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കേക്ക് ബാറ്റർ ലൂസായി പോയാൽ ഫ്രൂട്ടി അടിയിലേക്ക് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലോർ ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫ്രൂട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്ലേഡ് ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതിയെ അതുപോലെ തന്നെ പതിയെ ഫോൾഡ് ചെയ്യണം. ഓവർ സ്പീഡാക്കരുത് കേട്ടോ. എപ്പോഴും പതിയെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് മോൾഡില്ലേ, ആദ്യം ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാനിതിവിടെ ആ കേക്ക് ബാറ്റർ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 20-25 മിനിറ്റ്സ് ബേക്കിംഗ് ടൈം എടുക്കും. ഓരോരുത്തർക്ക് ഓരോ ടൈം എടുക്കും. എനിക്ക് 25 ടൈം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ഇവിടെ 25 മിനിറ്റ്സ് കഴിഞ്ഞു. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല പൊന്തി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു കസ്റ്റമറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു 26-28 പീസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ 7 ഇഞ്ച് മോൾഡിൽ ചെയ്താൽ. അപ്പോൾ ഞാനിത് ഒരു ബോക്സിലാക്കി പാക്ക് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.